I consider it a special privilege and a favor from the Lord that I was able to come and speak to you. നിങ്ങളോടൊപ്പം സംസാരിക്കുന്നതിന് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായി പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. I also thank the convention committee for giving me this invitation to come and speak here. ഇവിടെ വന്ന് സംസാരിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച കൺവെൻഷൻ കമ്മിറ്റിയോട് പ്രത്യേകമായി നന്ദി പറയട്ടെ. Benjamin Franklin from USA has been invited to speak in a symposium in France. ഫ്രാൻസിലെ ഒരു പ്രത്യേക യോഗത്തിൽ സംസാരിക്കുവാനായിട്ട് അമേരിക്കയിലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്ഷണിക്കപ്പെടുകയുണ്ടായി. Benjamin Franklin was a very good believer and he wanted to somehow share something from the Bible. വേദപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും പങ്കിടണം എന്ന് വളരെ ആഴത്തിലുള്ള ഒരു വിശ്വാസിയായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആഗ്രഹിച്ചു. But the people don't want to hear anything from the Bible. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുവാൻ ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. Therefore he thought for a long time and he said, I want to speak to you about a love story. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുറേയേറെ നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രണയ കഥയെക്കുറിച്ച് നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And when they heard that Benjamin Franklin wanted to speak about a love story, everybody was interested. ഒരു പ്രേമകഥ സംസാരിക്കുവാനായിട്ട് പങ്കിടുവാനായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കേൾക്കുവാനുള്ള കൗതുകമുണ്ടായി. And he started the story like this. അദ്ദേഹം കഥ ഇപ്രകാരം തുടങ്ങി. There is a region by name Praise. പ്രൈസ് അല്ലെങ്കിൽ സ്തോത്രം എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട്. And in that region there is a place called Fruitfulness. ഫലകരമായ അനുഭവം എന്ന ഒരു സ്ഥലം ആ പ്രത്യേക പ്രദേശത്തുണ്ട്. And there is a village by name Bakery. ബേക്കറി എന്ന് പറയുന്ന ഒരു ഗ്രാമവുമുണ്ട്. And there lived a man whose name was God is my King. ദൈവം എന്റെ രാജാവ് എന്ന പേരിനർത്ഥമുള്ള ഒരാൾ ആ സ്ഥലത്ത് താമസിച്ചിരുന്നു. He has a wife and her name was Pleasant. വളരെ സംതൃപ്ത എന്ന ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. Though they were living in a place called Bakery, there was no bread once upon a time. ബേക്കറി എന്നാണ് സ്ഥലത്തിന്റെ പേരെങ്കിലും അവിടെ അവർക്ക് റൊട്ടി ഒന്നുമില്ലായിരുന്നു. At that time they had 2 sons. ആ സമയത്ത് അവർക്ക് 2 മക്കളായിരുന്നു, ആൺമക്കളായിരുന്നു. And they named the first son as Disease. രോഗം എന്നാണ് ആദ്യത്തെ മകന് പേരിട്ടത്. And they named the second son as Worthless. പ്രയോജനമില്ലാത്തവൻ എന്ന് രണ്ടാമത്തെ മകന് പേര്. The situation became very tough, so they moved out of that place called Bakery. ബേക്കറി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. They went to a new country. ഒരു പുതിയ രാജ്യത്തേക്ക് പോയി. And they got 2 women to be the wives of their 2 sons. അവരുടെ 2 ആൺമക്കൾക്ക് ഭാര്യമാരായി 2 സ്ത്രീകളെയും കിട്ടി. The first daughter's name was Stubborn. വളരെ മനസ്സ് ഞെരുക്കമുള്ളവൾ അല്ലെങ്കിൽ മനസ്സ് കഠിനമാക്കുന്നവൾ എന്നായിരുന്നു ആദ്യത്തെ ആളുടെ പേര്. And the second daughter's name was Friend. സ്നേഹിത എന്നാണ് രണ്ടാമത്തെ മകളുടെ പേര്. Everybody was listening to this story very attentively. ഈ കഥ എല്ലാവരും വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. Benjamin Franklin was very much shocked. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അത് പ്രതീക്ഷിച്ചില്ല. And he said like this. അദ്ദേഹം പറഞ്ഞു, The story I am telling you is the story from the Bible. ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് വേദപുസ്തകത്തിന്റെ കഥയാണ്. And they said, we never heard names of this nature from the Bible. വേദപുസ്തകത്തിൽ ഇതുപോലെയുള്ള പേരുകൾ ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ എന്ന് അവർ മറുപടി പറഞ്ഞു. He said, no, this is the very story from the Bible. ഇല്ല, ഇത് തീർച്ചയായിട്ടും വേദപുസ്തകത്തിലെ തന്നെ കഥയാണ്. But I translated the Hebrew names to our language and I gave you the story. എബ്രായ പദങ്ങൾ നിങ്ങളുടെ ഭാഷയിലേക്ക് ഞാൻ തർജ്ജമ ചെയ്ത് ഈ കഥ നൽകുകയായിരുന്നു. The name of the place is Praise because that is Judah. ജൂഡ എന്ന ആ വാക്കാണ് സ്തോത്രം എന്ന അർത്ഥം വരുന്ന ആ സ്ഥലത്തിന്റെ പേര്. Fruitfulness is the region that is Ephrathah. ഫലകരം എന്ന അർത്ഥമുള്ള ആ സ്ഥലം എഫ്രത്ത എന്ന സ്ഥലമാണ്. The name of that village is Bakery, that's Bethlehem. ബേത്ലഹേം എന്ന പദം അവിടെ ബേക്കറി എന്ന സ്ഥലമായിട്ട് അദ്ദേഹം തർജ്ജമ ചെയ്തു. God is my king means Elimelech. എലിമലേക്ക് എന്ന പേര് ദൈവം എന്റെ രാജാവാണ് എന്ന് അർത്ഥമാകുന്നു. Pleasant means Naomi. നവോമി എന്നതിന് പ്രസന്ന എന്നർത്ഥം. And they have 2 sons, Mahlon and Kilon. മഹലോൻ കിലോൻ എന്ന 2 മക്കൾ. And they have 2 daughter-in-laws, Orpha and Ruth. ഓർപ്പയും രൂത്തും എന്ന 2 മരുമക്കളും. I want to speak to you from the book of Ruth. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളോട് പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Yesterday the Reverend
Yeah, Jacob sir was speaking about 3 love stories in the Bible. വേദപുസ്തകത്തിലെ 3 പ്രണയ കഥകളെ കുറിച്ച് ജേക്കബ് ഡാനിയൽ അച്ഛൻ ഇന്നലെ സംസാരിച്ചല്ലോ. He spoke from the love story, the great love story of Hosea. ഹോശേയയുടെ ആ കാര്യം പറയുന്ന ആ ഒരു വലിയ പ്രണയകഥ. And today, tomorrow and day after tomorrow, I'll be speaking from the very important love story, the love story of Ruth. ഇന്ന് മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രൂത്തിന്റെ കഥയിൽ നിന്ന് ആ വലിയൊരു പ്രണയകഥയായിരിക്കും ഞാൻ നിങ്ങളോട് പങ്കിടുക. The book of Ruth has 85 verses. 85 വാക്യങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിലുള്ളത്. It has 4 chapters. 4 അധ്യായങ്ങൾ. But I'm restricting my 3 messages only to the first chapter. എന്നാൽ എൻ്റെ 3 സന്ദേശങ്ങളും ആദ്യത്തെ ഒരു അധ്യായത്തിൽ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും. Today probably I'll give you a background of the book of Ruth and deal with only one verse. ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം നൽകുകയും ഒരുപക്ഷെ ഒരു വാക്യം മാത്രം എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. This is a very wonderful love story where the word love never appears. സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന വാക്ക് പ്രത്യക്ഷമല്ല എങ്കിലും ഇത് ഉജ്ജ്വലമായ ഒരു പ്രണയ കഥയാണ്. We are living in a world where the world is craving for love. സ്നേഹത്തിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. If at all there is one word which is often misused, it is the word called love. ഏതെങ്കിലും ഒരു പദം തികച്ചും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സ്നേഹം എന്ന പദമാണ്. We are craving for love, we are saying love, but we don't have love. നമ്മൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു, സ്നേഹം എന്ന വാക്ക് ഉച്ചരിക്കുന്നു, പക്ഷെ നമ്മളിൽ സ്നേഹമില്ല. If the concept of love is very much prevalent in this world, all the wars will be over. സ്നേഹം എന്ന തത്വം ഈ ലോകത്തിൽ വളരെ പ്രബലമാണ് എങ്കിൽ യുദ്ധങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെയിരിക്കും. This world needs love. ലോകം ഇന്ന് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. Not the word love, but the very experience of love. സ്നേഹം എന്ന പദമല്ല, സ്നേഹം എന്ന അനുഭവമാണ് ലോകത്തിന് ആവശ്യം. As I told you, I'm going to give you a background for this story of Ruth. രൂത്തിന്റെ കഥയുടെ ഒരു പശ്ചാത്തലം നിങ്ങളുമായിട്ട് പങ്കിടുമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. If I have to speak something about India, ഭാരതത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ probably I'll go back to August 15th, 1947. 1947 ഓഗസ്റ്റ് 15 മുതലെങ്കിലും ഞാൻ പറഞ്ഞു തുടങ്ങണം. Because that's the time where we have a defining moment called independence. സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു സവിശേഷമായ അനുഭവം ഉണ്ടായത് അന്നാണല്ലോ. In the same way for the Israelites, അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് they have a defining date. അവരെ സംബന്ധിച്ച് പ്രത്യേകമായ സവിശേഷമായ ഒരു തീയതിയുണ്ട്. It is the 14th day in the month of Nisan. നിസാൻ മാസത്തിലെ 14 ദിവസമാണത്. Nisan is the month that comes in the month of March and April according to our English calendar. നമ്മളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നിസാൻ മാസം വരുന്നത്. And it happened in 1446 BC. BC 1446 ഇത് സംഭവിക്കുന്നത്. What happened on that day? ആ ദിവസം എന്താണ് സംഭവിച്ചത്? That day they were asked to slaughter an animal and apply the blood onto the threshold of their doors. ഒരു മൃഗത്തെ യാഗം കൊടുത്ത് അവരുടെ കട്ടിലപ്പടിമേൽ അതിന്റെ രക്തം പുരട്ടണം എന്നുള്ള നിർദ്ദേശം അവർക്കന്ന് ലഭിച്ചു. And that night, അന്ന് രാത്രി the angel of the death walked on the roads of Egypt. മിസ്രയീമിന്റെ തെരുവുകളിൽ കൂടെ സംഹാരദൂതൻ പോയ രാത്രിയാണത്. And it entered into the doors of the people whose door doesn't have the blood mark. കട്ടിലപ്പടിയിൽ രക്തത്തിന്റെ ആ ഒരു അടയാളം ഇല്ലാത്ത ഭവനങ്ങളിലൊക്കെയും ഈ സംഹാരദൂതൻ കടന്നു ചെന്നു. That was the reason the Egyptian Pharaoh asked Moses and his people to leave the country. മോശയും തന്റെ ജനങ്ങളും രാജ്യം വിട്ടു പോകണമെന്ന് ഫറവോൻ ആവശ്യപ്പെടുവാൻ ഇടയായ പ്രധാന സാഹചര്യം അതാണ്. Finally Israel got freedom. അങ്ങനെ ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ചു. And that day is called Passover. പെസഹ എന്ന ആ ഒരു ദിവസം അതാണ്. Within couple of days, 2 ദിവസങ്ങൾക്ക് ശേഷം they crossed over the Red Sea. അവര് ചെങ്കടൽ കടന്നു. And for 40 years Moses was their leader. 40 വർഷം മോശെ അവരുടെ നായകനായിരുന്നു. He led them through the wilderness. മോശ അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി. He was almost on the edge of river Jordan. യോർദാൻ നദിയുടെ തീരത്തോളം അദ്ദേഹം അടുത്തു. He made a mistake. അവിടെ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി. And God became angry. ദൈവത്തിന് അദ്ദേഹത്തോട് കോപമുണ്ടായി. Instead of speaking to the rock, he hit the rock to get the water. പാറയോട് സംസാരിക്കുന്നതിന് പകരം വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി പാറയമേൽ അദ്ദേഹം അടിച്ചു. God called Moses. ദൈവം മോശയെ വിളിച്ചു. And he said like this.
ഇങ്ങനെ പറഞ്ഞു, I'm going to give you 4 weeks' time. ഞാൻ നിനക്ക് 4 ആഴ്ച മുമ്പിൽ You വെച്ചിട്ടുണ്ട്, have to do something. നീ ഒരു കാര്യം ചെയ്യണം. Moses probably was a little bit shocked. മോശയ്ക്ക് അതൊരു ഞെട്ടലുണ്ടായി കാണും. Why only 4 weeks? എന്തുകൊണ്ട് 4 ആഴ്ച മാത്രം? That's all, that's your lifespan. അത് ദൈവം അത്രയും മാത്രമേ നൽകിയുള്ളൂ. After 4 weeks, you are not going to be there. 4 ആഴ്ചയ്ക്ക് ശേഷം നീ ഇവിടെ In ഉണ്ടാവുകയില്ല. these 4 weeks, ഈ 4 ആഴ്ചക്കുള്ളിൽ you need to teach all these people who have come to this point. ഈ ഇവിടം വരെ വന്ന ആൾക്കാരെ ഒക്കെയും നീ ഉപദേശിച്ച് പഠിപ്പിക്കണം. They were either born in the wilderness, ഒരുപക്ഷെ അവർ ഈ മരുഭൂമിയിൽ വെച്ച് ജനിച്ചവരായിരിക്കാം, or the people who cross Red Sea who are less than 20 years. 20 വർഷത്തിന് ഉള്ളില് ചെങ്കടൽ കടന്ന ആൾക്കാരുണ്ടാവും. They don't know the law. അവർക്ക് കർത്താവിനെ അറിയില്ല. They don't know the religious ordinances they have to follow. അവര് അനുവർത്തിക്കേണ്ടതായ മതപരമായ ചട്ടവട്ടങ്ങൾ അവർക്ക് പരിചിതമല്ല. So Moses had 3 long talks. വളരെ ദീർഘമായ 3 പ്രസംഗങ്ങൾ മോശെ അവർക്ക് നൽകുന്നു. And these 3 talks are called the book of Deuteronomy. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഈ 3 പ്രസംഗങ്ങളാണ്. Chapter 1 to chapter 30 is 3 talks. 1-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെ 3 പ്രസംഗങ്ങളാണ്. After these 3 talks, ഈ 3 പ്രസംഗങ്ങൾക്ക് Moses ശേഷം was called on to Mount Nebo. നെബോ പർവ്വതത്തിലേക്ക് മോശെ വിളിക്കപ്പെട്ടു. He had the vision of the promised land, വാഗ്ദത്ത ദേശത്തിന്റെ ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. and he died. അവിടെ മോശ മരണപ്പെട്ടു. And now Joshua has become the new leader. ഇപ്പോൾ അവരുടെ പുതിയ നായകനായിട്ട് യോശുവ വരുന്നു. Joshua had lot of fears. വളരെ ഭയമുള്ള മനുഷ്യനായിരുന്നു യോശുവ. Therefore God said, അപ്പോൾ ദൈവം പറഞ്ഞു, don't be frightened. നീ ഭയപ്പെടേണ്ട. The way I am with your boss Moses, I will be with you. നിന്റെ യജമാനനായ മോശയോട് ഞാൻ ഉണ്ടായിരുന്നത് പോലെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. And they crossed the river Jordan. അങ്ങനെ അവർ യോർദാൻ കടന്നു. Moses crossed the Red Sea. മോശ ചെങ്കടൽ കടന്നു. Joshua crossed the Jordan. ഇവിടെ യോശുവ യോർദാൻ കടക്കുന്നു. And after crossing the Jordan, യോർദാൻ കടന്ന ശേഷം for 7 years, 7 വർഷക്കാലം Joshua was having wars against the people who are in the land of Canaan. കനാൻ ദേശത്തുള്ള മറ്റ് ആൾക്കാരുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ യോശുവയ്ക്കുണ്ടായി. He defeated all of them, അവരെയൊക്കെയും പരാജയപ്പെടുത്തി. and he divided the land among the 12 tribes. ഈ 12 ഗോത്രങ്ങൾക്കിടയിൽ ആ ദേശം വിഭജിച്ചു കൊടുത്തു. For 18 years, he became the elder or the leader of all the tribes. ഈ ഗോത്രങ്ങൾക്കൊക്കെയും നായകനായിട്ട് അവരുടെ ന്യായകർത്താവായിട്ട് 12 വർഷം 18 വർഷം യോശുവ ഉണ്ടായിരുന്നു. He is like our panchayat president. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു രീതി. He is like the sarpanch leader. സർപഞ്ച് എന്ന പേരിൽ നേതൃത്വം കൊടുക്കുന്ന ഗ്രാമത്തിലെ നേതാവിന്റെ രീതി. But in those days they were called judge. ആ കാലത്ത് ന്യായാധിപൻ എന്ന പേരായിരുന്നു അങ്ങനെയുള്ളവർക്ക് ഉപയോഗിച്ചിരുന്നത്. The moment you hear the word judge, don't think it is a court. ന്യായാധിപൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നത്തെ ഒരു കോടതിയുടെ ചിന്ത നമുക്കുണ്ടാവരുത്. It is more than that. അതിനപ്പുറമാണത്. He was the prophet, അദ്ദേഹം he പ്രവാചകനായിരുന്നു, was the priest, അവരുടെ പുരോഹിതനായിരുന്നു, and he was also the judge. അതുപോലെ അവരുടെ ന്യായാധിപനുമായിരുന്നു. And he is the first judge. ഇങ്ങനെ യോശുവയാണ് ആദ്യത്തെ ന്യായാധിപൻ. After Joshua, യോശുവയ്ക്ക് ശേഷം there were about 18 to 19 judges. 18-19 ന്യായാധിപന്മാർ പിന്നീട് വന്നു. And they were taking care of the Israel. ഇസ്രായേൽ മക്കളുടെ നേതൃത്വം അവരെടുത്തു. But one day, ഒരു ദിവസം all these people, leaders, they came to Samuel. ശമൂവേലിന്റെ അടുക്കൽ ഇവരൊക്കെയും ഒന്നിച്ചു വന്നു. And they said like this, അവരിങ്ങനെ പറഞ്ഞു, we don't want judges. ഞങ്ങൾക്ക് ന്യായാധിപരെ ആവശ്യമില്ല, We want to have a king. ഞങ്ങൾക്ക് വേണ്ടത് ഒരു Why they രാജാവിനെയാണ്. were asking for a king? അവരെന്തുകൊണ്ടാണ് ഒരു രാജാവിനെ ചോദിച്ചത്? What happened in all these days? ഈ ദിവസങ്ങളിലൊക്കെയും സംഭവിച്ചത് എന്താണ്? It is roughly a history of 350 years. 350ഓളം വർഷങ്ങളുടെ ഒരു ചരിത്രമാണ്. In these 350 years, what happened? ഈ 350 വർഷങ്ങൾക്കുള്ളിൽ എന്താണ് We സംഭവിച്ചത്? are going to see it in just a couple of verses. 2 വാക്യങ്ങളിൽ കൂടെ നമുക്കിത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. If you have your Bibles open with me to Judges ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. chapter 2. 2-ാം അധ്യായം. Judges chapter 2. ന്യായാധിപന്മാർ 2-ാം അധ്യായം. And we will look at verse 8. 8-ാം വാക്യം നോക്കുക. And Joshua the son of Nun, the servant of the Lord, died at the age of 110 years. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. And they buried him within the boundaries of his inheritance and in Timnath Heres, in the hill country of Ephraim, north of mountain of Gash. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിമ്നാത്ത് ഹെരേസിൽ
ഗായേസ് മലയുടെ വടക്ക് വശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. See, Joshua died at the age of 110, 110 വയസ്സിൽ യോശുവ മരണപ്പെട്ടു. and all the people of his age died, according to verse 10. 10ാമത്തെ വാക്യം പറയുന്നതനുസരിച്ച് അവന്റെ പ്രായമുള്ള എല്ലാ ആൾക്കാരും അപ്പോഴത്തേക്ക് മരിച്ചു. You know, we see a great contrast in verse 11. 11ാം വാക്യത്തിൽ നമ്മൾ വലിയൊരു മാറ്റത്തിന്റെ കാര്യം കാണുന്നു. And the people of Israel did what was evil in the sight of the Lord and served the Baals. 2:11 എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. Now, this is what they were doing. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. Within one generation, ഒരു തലമുറ മാറിയപ്പോഴേക്കും they have forgotten the history. അവരുടെ ചരിത്രം അവർ വിസ്മരിച്ചു. Within one generation, ഒരു തലമുറയ്ക്കുള്ളിൽ they have forgotten the greatness of God. ദൈവത്തിന്റെ മഹത്വം അവർ മറന്നുപോയി. They forgot Yahweh. യഹോവയെ അവർ വിട്ടുകളഞ്ഞു. And they have started serving Baal. ബാലിനെ സേവിക്കുവാനുള്ള പ്രവർത്തനം അവരിൽ തുടങ്ങി. And verse 12 says, 12ാം വാക്യം, and they abandoned the Lord, the God of their fathers, who brought them out of the land of Egypt. They went after other gods from among the gods of the people who were around them and bowed down to them and provoked the Lord to anger. 12ാം വാക്യം മുതൽ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. Can you understand this clearly? ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ Why സാധിക്കുമോ? I want to share this with you. നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, We the Christians, ക്രൈസ്തവർ എന്ന പേരുള്ള we നമ്മൾ have the habit of coming to the Lord when we have some problems, എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. when we have some challenges. വെല്ലുവിളികൾ നേരിടുമ്പോൾ We become very pious, we become very prayerful when we are going through tough situations. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഭക്തി വർദ്ധിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. And once God solves that problem, ദൈവം ആ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ very quickly we have the habit of forgetting Him. വളരെ വേഗത്തിൽ തന്നെ ആ ദൈവത്തെ മറന്നു കളയുന്ന You സ്വഭാവം നമുക്കുണ്ട്. remember the 10 lepers who came to Jesus Christ. യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന 10 കുഷ്ഠരോഗികളുടെ കാര്യം ഓർക്കുക. The forgetfulness is very quick. വളരെ വേഗത്തിലാണ് അവർ മറന്നു കളഞ്ഞത്. 10 of them got healed, 10 പേർക്ക് സൗഖ്യം ലഭിച്ചു. and 9 of them have immediately forgotten Jesus Christ. 9 പേര് വളരെ വേഗത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ മറന്നു കളഞ്ഞു. We pray a lot when you are going through challenge. വെല്ലുവിളികൾ നേരിടുമ്പോൾ വളരെയേറെ നാം പ്രാർത്ഥിക്കും. And Kerala people are known for movements. പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരാണ് മലയാളികൾ എന്ന് നമുക്കറിയാം. Within India and outside India, you have a lot of people from this land. ഈ സ്ഥലത്ത് നിന്ന് ഇന്ത്യക്ക് പുറത്തേക്കും വളരെയധികം ആൾക്കാർ പ്രയാണം ചെയ്യുന്നുണ്ട്. I somehow look at Kerala as a kind of Israel. ഇസ്രായേലിന്റെ ഒരു അനുഭവത്തിൽ കേരളത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'm not trying to say this to pamper you, നിങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പറയുകയല്ല, but to challenge you. നിങ്ങളെ വെല്ലുവിളിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് Of all പറയുന്നത്. the nations in this world, God has chosen Israel. ലോകത്തിലെ എല്ലാ ജാതികളിൽ നിന്നും എല്ലാ വംശങ്ങളിൽ നിന്നും ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. And God wanted Israel to move to the whole world to share about Him. ദൈവത്തെക്കുറിച്ച് പങ്കിടുവാനായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇസ്രായേൽ പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Israelites were called the light to the Gentiles. ജാതികൾക്കുള്ള വെളിച്ചം എന്ന് ഇസ്രായേലിനെ കുറിച്ച് നാം പറയുന്നു. So naturally they have the habit of going out. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുവാനുള്ള ഒരു രീതി അവർക്കുണ്ട്. That kind of mindset, you people in Kerala have that. അതേ ഒരു മാനസിക അനുഭവം കേരളത്തിലുള്ള നമ്മൾക്കുമുണ്ട്. You can easily move out. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ You സാധിക്കും. can comfortably live in a tent. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൂടാരത്തിൽ സുഖമായിട്ട് താമസിക്കാം. God wanted Israel to play that role. ആ ഒരു ദൗത്യം ചെയ്യണമെന്ന് ദൈവം ഇസ്രായേലിനെ കുറിച്ച് ആഗ്രഹിച്ചു. But what Israel did, എന്നാൽ ഇസ്രായേൽ ചെയ്തത് എന്താണ്? they settled there, അവർ ഒരിടത്ത് സ്ഥിരമായി but they താമസിച്ചു. have forgotten their God of the fathers. എന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. Are we like that? നമ്മളും അതുപോലെയാണോ? Have we forgotten our God? നമ്മുടെ ദൈവത്തെ നാം മറന്നു കളഞ്ഞിട്ടുണ്ടോ? God has blessed us ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. so that we might become blessing to others. അത് നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിനാണ്. God has given us so that we might give to others. മറ്റുള്ളവർക്ക് പങ്കിടുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ You നൽകിയിരിക്കുന്നത്. might be thinking how these people have forgotten. ഈ ജനം എങ്ങനെ ദൈവത്തെ മറന്നുവെന്ന് നാം The ചിന്തിച്ചേക്കാം. Israelites did not completely forget Yahweh. യാഹ്വയെ മുഴുവനായിട്ടും അവർ മറന്നു കളയുകയല്ലായിരുന്നു They ഇസ്രായേൽ. have become typically like any of the Indian. ഏതൊരു ഭാരതീയന്റെയും ഒരു സ്വഭാവം തന്നെയാണ് അവരിവിടെ Why I'm കാണിക്കുന്നത്. saying like that? ഇത് ഞാൻ പറയാൻ കാര്യം, In India, ഭാരതത്തിൽ
we have gods who take care of departments. ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ദൈവങ്ങളുണ്ട്. For example, if you want money, നമുക്ക് പണം വേണമെങ്കിൽ you go to one goddess. ഒരു ദേവിയുടെ അടുത്തേക്ക് നാം പോകും. If you want wisdom, ബുദ്ധിയാണ് ആവശ്യമെങ്കിൽ you go to one goddess. ഒരു ദേവിയുടെ മറ്റൊരു ദേവിയുടെ You അടുത്തേക്ക് want പോകും. protection, സംരക്ഷണത്തിനായിട്ട് you go to one god. ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. So like that we have different gods taking care of different departments. പല വിഭാഗങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ ദേവീദേവന്മാർ In നമുക്കുണ്ട്. the same way, അതേ രീതിയിൽ തന്നെ in those days, ആ കാലത്ത് around that place, ആ ദേശത്തിന് ചുറ്റും they have gods who take care of departments. പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നു. Therefore, they made Yahweh a department god. അതുകൊണ്ട് യാഹ്വേയും അവരെ അപ്രകാരം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം He is മാറ്റിവെച്ചു. not God Almighty. അവൻ സർവശക്തനായ ദൈവമായി He is one കാണുന്നില്ല. of the gods. അവൻ ദൈവങ്ങളിൽ ഒരാൾ മാത്രമാണ്. When they need that God, they go to that God. ആ ദൈവത്തെ ആവശ്യമുള്ളപ്പോൾ ആ ദൈവത്തിന്റെ അടുത്തേക്ക് What അവർ is the ചെല്ലുന്നു. department that was given to Yahweh? യാഹ്വേയ്ക്ക് അവർ കൊടുത്ത വിഭാഗം ഏതാണ്? He is the God of wars. യുദ്ധത്തിന്റെ ദൈവം. If you are going to war, ഒരു യുദ്ധത്തിന് അവർ പുറപ്പെടുകയാണ്, you have to take Yahweh with you, യാഹ്വേ അവരോടൊപ്പം കൊണ്ടുപോകണം. because He will give you victory. കാരണം വിജയം നൽകുന്നത് യാഹ്വേയാണ്. But if you want prosperity, എന്നാൽ നിങ്ങൾക്ക് സംതൃപ്തിയാണ് if വേണ്ടതെങ്കിൽ, you want money, നിങ്ങൾക്ക് പണമാണ് you have ആഗ്രഹമെങ്കിൽ to go to Baal. ബാലിന്റെ അടുത്തേക്ക് If പോകണം. you want children, നിങ്ങൾക്ക് മക്കളാണ് you have ആവശ്യമെങ്കിൽ to go to Ashtaroth. അശേരയുടെ അടുത്തേക്ക് പോകണം. They have different gods. പല ദൈവങ്ങൾ അവർക്കുണ്ട്. If somebody asks them, ആരെങ്കിലും അവരോട് ഇങ്ങനെ ചോദിച്ചാൽ, do you believe in Yahweh? യാഹ്വേയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? They will say, yes, we believe in Yahweh. തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. Do you go to Sabbath? നിങ്ങൾ ശബത്തിന് പോകാറുണ്ടോ? Yeah, we'll go to Sabbath. തീർച്ചയായിട്ടും ശബത്ത് ഞങ്ങൾ Do you ആചരിക്കാറുണ്ട്. worship Yahweh? നിങ്ങൾ യാഹ്വയെ ആരാധിക്കുന്നുണ്ടോ? Yeah, we'll worship Yahweh. അതെ, ഞങ്ങൾ ഈ ആരാധിക്കുന്നുണ്ട്. Do you give sacrifices? നിങ്ങൾ യാഗം കഴിക്കാറുണ്ടോ? Yes, I will give sacrifices. തീർച്ചയായിട്ടും അത് But ചെയ്യാറുണ്ട്. they also have other gods. എന്നാൽ ഞങ്ങൾക്ക് മറ്റു ദൈവങ്ങളും Are we not like that? അതുപോലെ അല്ലേ നമ്മൾ ഓരോരുത്തരും? We have different gods and goddesses, whether you like it or not. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, പലതരം ദൈവങ്ങൾ നമുക്കില്ലേ? We don't leave Yahweh. നമ്മൾ യഹോവയെ വിട്ടുകളയുന്നില്ല. We don't leave the God of Bible. വേദപുസ്തകത്തിലെ ദൈവത്തെ നമ്മൾ But we ത്യജിക്കുന്നില്ല. brought in gods of this nation into our soul. എന്നാൽ ഈ ദേശത്തിന്റെ ദൈവങ്ങളെ നമ്മളുടെ ആത്മാക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിട്ടിട്ടില്ല. For example, ഉദാഹരണം പറയട്ടെ, your son or daughter is coming to the age of marriage. വിവാഹപ്രായമാകും. നിങ്ങളുടെ മക്കൾ വിവാഹപ്രായത്തിലെത്തുമ്പോൾ And if you are looking for an alliance, നിങ്ങൾ ഒരു വിവാഹ ബന്ധം what do നോക്കുമ്പോൾ you look for? നിങ്ങൾ എന്താണ് നോക്കുന്നത്? Don't you look for a caste? നിങ്ങൾ ജാതി നോക്കാറില്ലേ? Don't you seek the person from the same caste? നിങ്ങളുടെ അതേ വിഭാഗത്തിൽ ജാതിയിലുള്ള ആളെ തന്നെ നോക്കാറില്ലേ? I was trying to look into the internet and trying to find out how many castes are there in Kerala. കേരളത്തിൽ എത്രമാത്രം ജാതികൾ ഉണ്ട് എന്നറിയുവാൻ ഞാൻ ഇന്റർനെറ്റ് നോക്കുകയായിരുന്നു. I found out there are 230 plus castes in Kerala. കേരളത്തിൽ 230-ൽ പരം വിഭാഗങ്ങളെ ഞാൻ കാണുവാനിടയായി. And when you are seeking marriage alliance, നിങ്ങൾ ഒരു വിവാഹാലോചന പ്രതീക്ഷിക്കുമ്പോൾ you always try to look for that caste. നിങ്ങൾ ആ ജാതിയിൽ തന്നെ നോക്കാറില്ലേ? Is it not true? ഇത് സത്യമല്ലേ? If that is true, ഇത് ശരിയാണ്. which God you are following? നിങ്ങൾ ഏത് ദൈവത്തെയാണ് It is not God of the Bible. ഇത് വേദപുസ്തകത്തിലെ ദൈവമാണ്. It is called God Manu. അതോ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു It is ദൈവത്തെയാണോ? Manu Dharma that brought the caste system into this. ഈ ജാതി വ്യവസ്ഥിതി കൊണ്ടുവന്നത് മനുധർമ്മമാണ്. ആ മനുവിനെയാണോ നിങ്ങൾ It is not അനുഗമിക്കുന്നത്? God of the Bible. ഇത് വേദപുസ്തകത്തിലെ ദൈവമല്ല. If you follow this Bible, ഈ വേദപുസ്തകം നിങ്ങൾ if you are a പിന്തുടരുന്നുവെങ്കിൽ, Christian, നിങ്ങൾ ഒരു if ക്രിസ്ത്യാനിയാണെങ്കിൽ, you consider God of the Bible as your almighty God, നിങ്ങളുടെ സർവശക്തനായ ദൈവമായി why are വേദപുസ്തകത്തിലെ you ദൈവത്തെ seeking കാണുന്നുവെങ്കിൽ caste? നിങ്ങൾ എന്തുകൊണ്ട് ജാതി നോക്കുന്നു? There are churches പല സഭകളുമുണ്ട് that are divided on the basis of caste. ജാതിയുടെ പേരിൽ വേർതിരിക്കപ്പെട്ട സഭകൾ. There are group conflicts ഇവര് തമ്മിൽ പലതരത്തിലുള്ള on the basis of caste. ജാതിയുടെ പേരിലുള്ള സംഘർഷങ്ങൾ. Where did you get that ഇത് from? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? If you are a Christian, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, if you believe in God of the Bible, വേദപുസ്തകത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, how can you have that God? ആ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ You പിന്തുടരാൻ cannot സാധിക്കും? have that God. അത് നിങ്ങൾക്ക് സാധിക്കില്ല. And the second thing, രണ്ടാമത്തെ കാര്യം, finally you found an alliance. ഒരു വിവാഹ ആലോചന എല്ലാം ശരിയായി. And after the alliance, അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ you have to decide a day. നിങ്ങൾ ഒരു ദിവസം തീരുമാനിക്കണം. How do you decide a day? എങ്ങനെയാണ് തീയതി Where do you തീരുമാനിക്കുന്നത്? go? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? You don't go according to your convenience. നിങ്ങളുടെ സൗകര്യത്തിനല്ല നിങ്ങൾ You ചെയ്യുന്നത്. go to the priest, നിങ്ങൾ അച്ഛൻ്റെ അടുക്കൽ പോകാറുണ്ടോ? not these priests. ഇവരുടെ അടുക്കലല്ല, You go to the different priests നിങ്ങൾ മറ്റു ചില പുരോഹിതന്മാരുടെ to അടുക്കൽ find പോകും. out which day is the right day. ഏത് ദിവസമാണ് ഏറ്റവും നല്ലത്? Who asked you to go for those days? ആ ദിവസങ്ങളിലെ പിന്തുടരുവാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? God created us to be the kings and queens of this universe. ഈ പ്രപഞ്ചത്തിന്റെ രാജാവ്
രാജ്ഞി എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. Planets don't have control on us. ഗ്രഹങ്ങൾക്ക് നമ്മുടെ മേൽ നിയന്ത്രണമില്ല. We can control the planets. നമ്മളാണ് ഗ്രഹങ്ങളെ But നിയന്ത്രിക്കേണ്ടത്. you believed. എന്നാൽ നിങ്ങൾ The വിശ്വസിക്കുന്നത് planets control you. നിങ്ങളുടെ നിയന്ത്രണം ഈ The ഗ്രഹങ്ങളിലാണ്. stars control you. നക്ഷത്രങ്ങളാണോ നിങ്ങളെ നിയന്ത്രിക്കുന്നത്? Therefore, അതുകൊണ്ട് you decide the days. നിങ്ങൾ ദിവസം അങ്ങനെ നിശ്ചയിക്കുന്നു. You decide the time സമയവും നിങ്ങൾ അങ്ങനെ കുറിക്കുന്നു. based on the stars. നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട്. That is going to another god. ഇത് മറ്റൊരു ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങളെ And കൊണ്ടുപോവുകയാണ്. once you are married, വിവാഹം കഴിഞ്ഞ ശേഷം you want to build a house. നിങ്ങൾക്കൊരു വീട് പണിയണം. When you want to build a house, വീട് പണിയണമെങ്കിൽ you bring in another god. മറ്റൊരു ദൈവത്തെ നിങ്ങൾ കൊണ്ടുവരുന്നു. Not in fact one god. ഒരു ദൈവത്തെ അല്ല, You bring in 8 gods. 8 ദൈവങ്ങളെ. 8 gods at one time. ഒരു സമയത്ത് 8 ദേവന്മാരെയാണ് നിങ്ങൾ And these കൊണ്ടുവരുന്നത്. 8 gods decide ഇവരെ 8 പേര് ചേർന്ന് which തീരുമാനിക്കുന്നു side your kitchen should be. നിങ്ങളുടെ അടുക്കള ഏത് Which ഭാഗത്തായിരിക്കണം, side your bedroom should be. നിങ്ങളുടെ കിടപ്പുമുറി On എവിടെയായിരിക്കണം, which direction you should sleep. നിങ്ങൾ ഉറങ്ങേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞാണ്. And there are 8 gods. 8 ദേവന്മാർ. You know north, east, west, south. നിങ്ങൾക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് And in between there are 4 more. ഇതല്ലാതെ 4 എണ്ണം കൂടെ And ഉണ്ട്. each direction is controlled by one god. ഈ 8 ദിശകളും നിയന്ത്രിക്കുന്ന ഓരോ ദേവന്മാരാണ്. In Sanskrit it is called Ashtadikpalaka. അഷ്ടദിക്പാലകന്മാർ എന്ന സംസ്കൃത പദമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. Ashta means 8. അഷ്ടം എന്നത് 8 എന്നർത്ഥം. Dik means direction. ദിക്ക് ഓരോ ദിശ. Palaka means rulers. പാലക എന്നത് ഭരിക്കുന്നവർ. If this direction belongs to Agni, that is fire, അഗ്നിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ ഒരു ദിശയെങ്കിൽ while cooking, നിങ്ങൾ പാകം ചെയ്യുമ്പോൾ I should not show my side or back to that fellow. ഞാൻ ആ ദൈവത്തിന്റെ നേരെ പുറം തിരിഞ്ഞു നിൽക്കരുത്. I should always look to him and cook my food. ഞാൻ എന്റെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നോക്കണം. Or else your stomach will have burning. അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ്റിന് അസുഖം ഉണ്ടാവും. That is what they believe. അതാണ് അവർ വിശ്വസിക്കുന്നത്. That's how they change everything, every direction. അങ്ങനെയാണ് ഓരോ ദിക്കുകളും അവർ മാറ്റി മാറ്റി പറയുന്നത്. How many gods and goddesses we have adopted without our knowledge. നമ്മൾ അറിയാതെ തന്നെ ഇതുപോലെ എത്രയോ ദേവീ ദേവന്മാരെയാണ് നമ്മുടെ We are ജീവിതത്തിലേക്ക് still കൊണ്ടുവന്നിരിക്കുന്നത്. Christians. ഇപ്പോഴും നമ്മൾ We go ക്രിസ്ത്യാനികളാണ്. to church. നമ്മൾ പള്ളിയിൽ പോകുന്നു. We pray to the God of the Bible. വേദപുസ്തകത്തിലെ ദൈവത്തോട് നമ്മൾ We read the പ്രാർത്ഥിക്കുന്നു. Bible. വേദപുസ്തകം വായിക്കുകയും But we ചെയ്യുന്നു. have included all of this. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് It's കൊണ്ടുവന്നിരിക്കുന്നു. horrible. ഇത് ഭീകരമായ അവസ്ഥയാണ്. If you want to know more clearly, കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടി look to Judges chapter 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം നോക്കുക. I'm going to show you a couple of verses 1-2 വാക്യങ്ങൾ ഞാൻ എടുക്കട്ടെ. that speak about how these Israelites have left Yahweh. യാഹ്വയെ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ വിട്ടുകളഞ്ഞതെന്ന് നോക്കുക. I'm reading verse 19. 19-ാം വാക്യം. Judges chapter 1 verse 19. ന്യായാധിപന്മാർ 1-ാം And the Lord was with Judah, and he took possession of the hill country, but he could not drive out. He could not drive out the inhabitants of the plain because they had chariots of iron. 19-ാം വാക്യം. യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. They could not drive out. അവർക്ക് നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. Verse 21 says, 21-ാം വാക്യം. Benjaminites did not drive out Jebusites. ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. Verse 27 says, 27-ാം വാക്യം. Manasseh did not drive out. Verse 27. Verse 29 says, Ephraim did not drive out. 29-ാം വാക്യം, 27, 29 വാക്യത്തിലെല്ലാം ഓരോ ഗോത്രങ്ങളെ കുറിച്ച് അവരെ നീക്കിക്കളഞ്ഞില്ല എന്ന് പറയുന്നു. Verse 30 says, Jebulun did not drive out. 36-ാമത്തെ വാക്യത്തിലും നമ്മൾ ഇത് തന്നെ കാണുന്നു. Verse 32 says, the other people could not drive out. അവരെ നീക്കിക്കളയേണ്ടെന്ന് അശ്ശൂര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തുവെന്ന് 32-ൽ പറയുന്നു. Do you know what is the problem? ഇവിടുത്തെ പ്രശ്നം എന്താണ്? You become comfortable with sin. പാപത്തോട് ചേർന്ന് പോകുന്നതിന്റെ ഒരു സുഖം നമുക്കുണ്ട്. You accommodate sin. പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നാം You ഉൾക്കൊള്ളുകയാണ്. finally settle in sin. നമ്മ പാപത്തിൽ നമ്മളെ തന്നെ അങ്ങ് That ഉറപ്പിക്കുകയാണ്. is the problem. ഇതാണ് പ്രശ്നം. We the Christians, ക്രൈസ്തവരെന്ന നാം we don't completely throw away Jesus Christ. യേശുക്രിസ്തുവിനെ പൂർണ്ണമായി നാം ത്യജിച്ച് കളയുന്നില്ല. We have cross to our chains. നമ്മുടെ മാലകളിൽ കുരിശിന്റെ രൂപമുണ്ട്. And we go to church. നമ്മൾ പള്ളിയിലും പോകുന്നുണ്ട്. We have the Lord's Prayer. കർത്തൃ പ്രാർത്ഥന നാം ആവർത്തിക്കുന്നു. But we also have all these gods. എന്നാൽ ഈ ദൈവങ്ങളൊക്കെ We did നമുക്കുമുണ്ട്. not drive them out. അവരെ നമ്മൾ ഓടിച്ച് കളഞ്ഞിട്ടില്ല. We have first compromised.
അവരോടൊക്കെയും നാം പൊരുത്തപ്പെട്ടു We പോവുകയാണ്. got comfortable, വളരെ സുഖമായിട്ട് നാം നീങ്ങുകയാണ്. and we make them our rulers. നമ്മളെ ഭരിക്കുന്നതിന്റെ നിയന്ത്രണം അവർക്ക് നാം That is the കൊടുത്തിരിക്കുകയാണ്. book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകം ഇതാണ് I'm coming പറയുന്നത്. to the last verse of the book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാന വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. Verse 25 of chapter 21. 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. Everyone lived the way they wanted because there is no king. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. That was the situation. ഇതായിരുന്നു അവസ്ഥ. In such a situation, ആ ഒരു we are സാഹചര്യത്തിൽ going to see the book of Ruth evolving. രൂത്തിന്റെ പുസ്തകം എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കാം. Ruth chapter 1 verse 1. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. In the days when the judges ruled. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്, I just gave you the background what you mean by the days of the judges. ന്യായാധിപന്മാരുടെ കാലം എന്നതിന്റെ ഒരു പശ്ചാത്തല വിവരണമാണ് ഞാൻ They നൽകിയത്. are living the way they wanted. അവർക്ക് തോന്നിയതുപോലെ ബോധിച്ചതുപോലെ അവർ ജീവിച്ചു. There is no morality. ധാർമ്മികത അവിടെ ഇല്ലായിരുന്നു. There is no rule. ഒരു ഭരണവും അവിടെ ഇല്ലായിരുന്നു. Everybody wanted the way they want to live. ഓരോരുത്തരും അവർക്ക് ബോധിച്ച വിധത്തിൽ ജീവിച്ചു വന്നു. Is that not the situation in our families and in our churches? നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭകളിലും ഇതേ സാഹചര്യമല്ലേ? Though we eat together, നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ we are not united. നമ്മൾ ഒരു ഏകതാഭാവമുണ്ട്. Though we gather together, നമ്മൾ ഒന്നിച്ച് കൂടുന്നുവെങ്കിൽ we are not united. നമുക്ക് ഐക്യമില്ല. We have division within. നമുക്ക് ഉള്ളിൽ ഭിന്നതകളുണ്ട്. It is almost like our church is like the great ship that broke. തകർന്നു പോയ ഒരു വലിയ കപ്പലിന്റെ അവസ്ഥയാണ് നമ്മുടെ സഭ. The breaking doesn't appear outside. പുറമേ നമുക്ക് ഈ തകർച്ച ആദ്യം കാണുവാൻ It സാധിക്കില്ല. happens from within. അകത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. We are like Titanic. ടൈറ്റാനിക്കിന്റെ അവസ്ഥയാണ്. In the beginning it was not there outside. പുറമേ ഒന്നും അതിന്റെ ആ വിള്ളൽ കാണാൻ But സാധിച്ചില്ല. as it reached the 4th day, എന്നാൽ 4-ാം ദിവസമായപ്പോൾ, as it hit an iceberg, അത് ഒരു ഐസ് കട്ടയിൽ തട്ടിയപ്പോൾ the cracks have come out from within. അകത്തു നിന്നാണ് ആ പൊട്ടൽ പുറത്തേക്ക് വന്നത്. And the ship has sunk inside. കപ്പല് അകത്തേക്ക് പോയി. That's how our families are sinking. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് മുങ്ങിപ്പോകുന്ന അവസ്ഥയും ഇത് Our തന്നെയാണ്. fellowships are sinking. നമ്മളുടെ കൂട്ടായ്മകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം The ഇതാണ്. reason is കാരണം we are not bound together. നാം ഒന്നിച്ച് ചേർന്നിട്ടില്ല. Therefore, അതുകൊണ്ട് the book of Ruth gives രൂത്തിന്റെ പുസ്തകം നമുക്ക് the നൽകുന്നത് solution to this problem. ഈ പ്രശ്നത്തിനുള്ള ഒരു ഉത്തരമാണ്. Why the book of Ruth is very much important. എന്താണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ വലിയ പ്രാധാന്യം? If somebody asks me what is your name, എന്റെ പേരെന്ത് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, I will say my name is Edward Williams. എഡ്വേർഡ് വില്യംസ് എന്നാണ് എന്റെ പേര്. And the next question they would like to ask will be, അവര് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ചോദ്യം, who is your father? പിതാവ് ആരാണ്? If I say I don't know, എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, then they will ask you who is your mother? അമ്മ ആരാണെന്ന് ചോദിക്കും. If I say I don't know, അതും എനിക്ക് അറിയത്തില്ല എന്നാണ് മറുപടി. do you know what will be your conclusion? അവരെ എന്താണ് അവരുടെ നിഗമനം? You will say this man is an orphan ഈ മനുഷ്യൻ ഒരു അനാഥനാണ്. because he doesn't know his father and mother. അവന്റെ അപ്പനെയോ അമ്മയോ അവൻ അറിയുന്നില്ല. In the same way, അതേ രീതിയിൽ in the Jewish world, യഹൂദന്മാരുടെ if ലോകത്ത് somebody has to be brought onto a very prominent place, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ they have to give at least 10 levels of their background. അവരുടെ പശ്ചാത്തലത്തിന്റെ 10 തലമുറകളുടെ വിവരണം അവർ If നൽകേണ്ടിയിരിക്കുന്നു. they can't give, അവർക്കത് പറ്റുന്നില്ല എങ്കിൽ they are considered as orphans. അവരെ അനാഥരായി I must കണക്കാക്കപ്പെടും. give the name of my father, എന്റെ പിതാവിന്റെ പേര് my പറയണം, grandfather, അദ്ദേഹത്തിന്റെ പിതാവ്, like that 10 levels. അങ്ങനെ 10 തലമുറകൾ പുറകിലേക്ക് പോകണം. Now, if you want to consider Jesus, യേശുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, if you want to consider the great man David, ദാവീദ് എന്ന ശ്രേഷ്ഠ വ്യക്തിയെ കുറിച്ച് നാം നോക്കുമ്പോൾ, if you don't have the book of Ruth, രൂത്തിന്റെ പുസ്തകം ഇല്ല എങ്കിൽ the genealogy of Jesus Christ, യേശുക്രിസ്തുവിന്റെ വംശാവലി the വിവരണം, genealogy of David ദാവീദിന്റെ വംശാവലി will be a big question mark. അത് വലിയൊരു ചോദ്യചിഹ്നമാകും. The problem is explained in Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് വിവരിക്കുന്നുണ്ട്. The solution is provided in the book of Samuel. അവിടെ പറയുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം ശമൂവേലിന്റെ പുസ്തകത്തിൽ But കാണുന്നു. who is the savior? എന്നാൽ രക്ഷകൻ ആരാണ്? The savior is given in this small book called the book of Ruth. രൂത്തിന്റെ പുസ്തകം എന്ന ഈ ചെറിയ പുസ്തകത്തിൽ അതിന്റെ If ഉത്തരമുണ്ട്. you open to book of Ruth chapter 4, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം if പോവുകയാണ്. you look at the last 4 verses, അതിന്റെ അവസാനത്തെ 4 വാക്യങ്ങൾ, you have 10 names. 10 പേരുകൾ നമ്മൾ ഇവിടെ കാണുന്നു. Perez, Hezron, Ram, Aminadab, Nahshon, Salmon, Boaz, Obed, Jesse and David. ഫെരസ്,
ഹെസ്രോൻ, രാമ, അമീനാദാബ്, നഹശോൻ, സൽമോൻ, ബോവാസ്, ഒബേദ്, യിശ്ശായി, ദാവീദ് എന്നിങ്ങനെ പേരുകൾ നമ്മൾ കാണുന്നു. These are the 10 names. ഇതാണ് ആ 10 പേരുകൾ. So these are the 10 genealogical level of David. ദാവീദിന്റെ വംശാവലി ചരിത്രത്തിലെ 10 മേഖലകളാണ്. If you don't have the book of Ruth, രൂത്തിന്റെ പുസ്തകം ഇല്ല എങ്കിൽ we don't have the concept of David being born in Bethlehem. ബേത്ലഹേമിൽ ജനിച്ച ദാവീദിനെ കുറിച്ച് ചിത്രം നമുക്ക് എഴുതുവാൻ സാധിക്കില്ല. And number 2, രണ്ടാമത്തെ we കാര്യം, don't have the clear link as far as Jesus Christ is concerned. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബന്ധവും നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയില്ല. So this book of Ruth is very important. അതുകൊണ്ട് തന്നെ രൂത്തിന്റെ പുസ്തകം വളരെ Now the പ്രാധാന്യമുള്ളതാണ്. book of Ruth has 85 verses. 85 വാക്യങ്ങളാണ് രൂത്തിന്റെ പുസ്തകം. The first 5 verses gives the problem, ആദ്യത്തെ 5 വാക്യങ്ങൾ ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. and the last 5 verses tells what happened afterwards. തുടർന്ന് സംഭവിച്ചത് എന്താണെന്ന് അവസാനത്തെ 5 വാക്യങ്ങൾ From പറയുന്നു. 6th verse 6-ാം വാക്യം മുതൽ to 4th chapter 16th verse, 4-ാമത്തെ അധ്യായത്തിന്റെ 16-ാം the വാക്യം വരെ total story happened in 49 days. 49 ദിവസങ്ങൾക്കുള്ളിൽ നടന്ന കഥയാണ് പറയുന്നത്. Only 49 days. 49 ദിവസങ്ങൾ മാത്രം. 7 weeks. 7 ആഴ്ചകൾ. In 7 weeks, ഈ 7 ആഴ്ചകൾ കൊണ്ട് the great transformation has taken place. വലിയൊരു രൂപാന്തരം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. And we are going to look at how this transformation began in the next 2 messages. അടുത്ത 2 സന്ദേശങ്ങളിൽ എങ്ങനെ ഈ വലിയ രൂപാന്തരം ഉണ്ടായി എന്ന് നാം ചിന്തിക്കുന്നു. As I told you, I'm only giving you a background today. ഇന്ന് ഞാനൊരു പശ്ചാത്തല വിവരണം മാത്രം നൽകുന്നു എന്ന് I പറഞ്ഞല്ലോ. told you Bethlehem is the place where the whole story happened. ഈ കഥയൊക്കെ നടക്കുന്നത് ബേത്ലഹേമിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. During the time of Ruth, രൂത്തിന്റെ കാലത്ത് the village Bethlehem ബേത്ലഹേം എന്ന് പറയുന്ന ഗ്രാമം probably has a population of 150 or 200 people. 150 മുതൽ 200 ആൾക്കാർ വരെ മാത്രം നിവസിച്ചിരുന്ന സ്ഥലമാണ്. It's a very small village. വളരെ ചെറിയൊരു In ഗ്രാമം. that village, ആ ഗ്രാമത്തിൽ and this has happened. ഇത് സംഭവിച്ചു. Bethlehem has 3 love stories. 3 പ്രണയ കഥകൾ ബേത്ലഹേമിൽ നമുക്കുണ്ട്. 3 love stories. 3 പ്രേമ കഥകൾ. One love story ended in Bethlehem. ബേത്ലഹേമിൽ ഒരു പ്രണയ കഥ അവസാനിച്ചത് One ബേത്ലഹേമിലാണ്. love story happened in Bethlehem. മറ്റൊരു പ്രണയ കഥ ബേത്ലഹേമിൽ സംഭവിച്ചു. And one love story started in Bethlehem. മൂന്നാമത്തെ പ്രേമ കഥ ബേത്ലഹേമിൽ ആരംഭിച്ചു. What is the love story that ended in Bethlehem? ബേത്ലഹേമിൽ അവസാനിച്ച പ്രേമ കഥ എന്താണ്? This is the conversation between an old father and his son. വാർദ്ധക്യത്തിലായ ഒരു പിതാവും മകനും തമ്മിലുള്ള ഒരു സംഭാഷണം. The father looked at the son. മകനെ നോക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു, When I die, ഞാൻ മരിക്കുമ്പോൾ you must not bury me here. എന്നെ ഇവിടെ നീ അടക്കം ചെയ്യരുത്. Immediately the son jumps in and says, പെട്ടെന്ന് ഈ മോൻ ചോദിക്കുന്നു, Papa, I know where you wanted me to bury you. പപ്പ എവിടെയാണ് നിങ്ങളെ അടക്കേണ്ടതെന്ന് എനിക്കറിയാം. I have to bury you where you buried my mummy. അമ്മ അടക്കിയ സ്ഥലത്ത് തന്നെയല്ലേ താങ്കളെ അടക്കേണ്ടത്? By the way, can you tell me where you buried my mummy? ഇല്ല, അമ്മ അടക്കിയത് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? And the father looks at the son and says, അപ്പൊ അപ്പനെ മോനെ നോക്കിയിട്ട് പറഞ്ഞു, You're not right. നീ പറഞ്ഞതുപോലെയല്ല. Don't bury me where I buried your mummy. നിന്റെ അമ്മ അടക്കിയ സ്ഥലത്ത് എന്നെ അടക്കണം നല്ല ഞാൻ You ഉദ്ദേശിക്കുന്നു. have to bury me where your grandfather and great grandfather were buried. നിന്റെ പിതാമഹനും അദ്ദേഹത്തിന്റെ പിതാവും അടക്കപ്പെട്ട സ്ഥലത്ത് എന്നെ The അടക്കണം. son then immediately asked, അപ്പോൾ മകൻ പെട്ടെന്ന് ചോദിച്ചു, Papa, when mummy died, I was not there. അമ്മ മരിച്ചപ്പോൾ ഞാനില്ലായിരുന്നു. Can I know where you buried her? അവരെ അടക്കിയത് എവിടെയാണ്? Yeah, we were coming. നമ്മൾ യാത്രയിലാണ്. And we reached Ephrathah. നമ്മൾ എഫ്രത്തായിൽ വന്നു. Mummy became very sick. അപ്പോൾ അമ്മയ്ക്ക് രോഗം ബാധിച്ചു. And she just lied down on my lap. എന്റെ മടിയിൽ തലവെച്ചു. And she died. അവിടെ വെച്ച് മരിച്ചു. And I wept a lot. ഞാൻ ഒത്തിരി കരഞ്ഞു. And I buried her very near to Bethlehem. ബേത്ലഹേമിന് വളരെ അടുത്താണ് ഞാൻ And മമ്മി this is അടക്കിയത്. what Jacob was telling to Joseph. യോസഫിനോട് യാക്കോബ് പറഞ്ഞ വിവരണമാണ്. It's a very powerful love story. വളരെ തീവ്രമായ ഒരു That പ്രണയകഥ. ended there in Bethlehem. ബേത്ലഹേമിൽ അവസാനിച്ച And ഒരു the പ്രണയകഥ. second one is രണ്ടാമത്തെ കഥ the love story that happened totally in Bethlehem. ബേത്ലഹേമിൽ തന്നെ മുഴുവനായിട്ട് നടന്ന ഒരു The കഥയാണ്. love story between Boaz and Ruth. ബോഅസും രൂത്തും തമ്മിലുള്ള പ്രണയകഥ. That's what we are going to see the next 2 days. അടുത്ത 2 ദിവസം നാം നോക്കുന്ന But there അതാണ്. is a third love story. മൂന്നാമത്തെ ഒരു The പ്രേമകഥയുണ്ട്. third love story began in Bethlehem. അത് ബേത്ലഹേമിൽ ആരംഭിച്ച കഥയാണ്. When you love, നിങ്ങൾ സ്നേഹിക്കുമ്പോൾ you have to either say it out നിങ്ങൾ ഒന്നിലത് പ്രഖ്യാപിക്കണം, or you have to do something to prove that you love. നിങ്ങളുടെ സ്നേഹം തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കാണിക്കണം. God loved us. ദൈവം നമ്മെ സ്നേഹിച്ചു. God loves us. ദൈവം നമ്മെ So സ്നേഹിക്കുന്നു. God proved that He loved us ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാണ് തെളിയിച്ചത്? by couriering a gift to us to this world. ഈ ലോകത്തിലേക്ക് ഒരു വലിയൊരു ദാനം നമുക്ക് സമ്മാനം നമുക്ക് അയച്ചു തന്നു. And that box had the name ആ പെട്ടിമേൽ ഒരു കാര്യം Bethlehem.
ബേത്ലഹേം എന്നായിരുന്നു. And the courier came to Bethlehem. ബേത്ലഹേമിലേക്ക് ആ കൊറിയർ വന്നു. And that is Jesus Christ. യേശുക്രിസ്തുവാണ് ആ സമ്മാനം. Jesus Christ was born in Bethlehem. ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചു. And this is the love story that began there. അവിടെ ആരംഭിച്ച പ്രണയകഥയാണ്. And the love story continues. ആ പ്രേമകഥ തുടരുകയാണ്. Are you included in that love story? ആ പ്രണയകഥയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? That is my question. ഞാനെന്ന് ചോദിക്കുന്ന If you ചോദ്യം haven't ഇതാണ്. been included in that love story, ആ പ്രേമകഥയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ God wants you to know that. നിങ്ങൾ അത് തിരിച്ചറിയണമെന്ന് ദൈവം We will ആഗ്രഹിക്കുന്നു. now come to Ruth chapter 1. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം We will നോക്കുമ്പോൾ try to very quickly look at this. നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. In the days when judges ruled, there was a famine in the land, and a man of Bethlehem in Judah went to sojourn in the country of Moab, he and his wife and his 2 sons. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്തെ ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. Now, first of all, we'll look at the word famine. ക്ഷാമം എന്ന പദത്തെ നമുക്ക് ആദ്യം In ശ്രദ്ധിക്കാം. the Bible, there are 13 occasions where there was famine. 13 സാഹചര്യങ്ങൾ ക്ഷാമത്തിൻ്റെതുള്ളതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. A lot of people think that famine is a natural concept. ക്ഷാമം എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. But as a person who believes the Bible, എന്നാൽ വേദപുസ്തകത്തിൽ വിശ്വാസമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ I will പറയട്ടെ, always say like this. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, Famine is not just a natural concept, ഒരു പ്രകൃതി ദുരന്തം മാത്രമല്ല ക്ഷാമം, it's a spiritual consequence. അത് ഒരു ആത്മീയതയുടെ അനന്തരഫലമാണ്. All the 13 occasions where we find famine in the Bible, വേദപുസ്തകത്തിൽ ക്ഷാമത്തെക്കുറിച്ച് പറയുന്ന 13 അവസരങ്ങളിലും God was dealing with the people. ദൈവം തന്റെ ജനത്തോട് It ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. can be to discipline them, ചിലപ്പോൾ അവരെ ഒരു ശിക്ഷണത്തിലേക്ക് it കൊണ്ടുവരുവാൻ, can be to destroy them, ചിലപ്പോൾ അവരെ നശിപ്പിക്കുവാൻ, or it can be to make them realize ചില കാര്യങ്ങളുടെ തിരിച്ചറിവ് അവർക്ക് കൊടുക്കുവാൻ ക്ഷാമം whatever കൊണ്ടുവരും. it is. എന്ത് തന്നെയാവട്ടെ, Famine was always there. ക്ഷാമം എപ്പോഴും അങ്ങനെ But വന്നിരുന്നു. this famine is very much local famine. എന്നാൽ ഇവിടെ പറയുന്ന ക്ഷാമം ആ പ്രദേശത്ത് മാത്രമുള്ള ഒന്നാണ്. Why I am calling it as local? ഞാൻ എന്തുകൊണ്ടാണ് അതിന് പ്രാദേശികമെന്ന് പറയുന്നത്? This is Bethlehem ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം, and this is Moab. അതിനോടടുത്ത് മോവാബ് എന്ന സ്ഥലം. The distance here across is just 8 miles. 8 മൈൽ മാത്രമാണ് ബേത്ലഹേമും മോവാബും തമ്മിലുള്ള ദൂരം. But people cannot go like this എന്നാൽ ആൾക്കാർക്ക് അങ്ങനെ നേരെ നടക്കുവാൻ സാധിക്കില്ല. because there is a Dead Sea. കാരണം ഇടയ്ക്ക് ചാവുകടലുണ്ട്. They have to travel 90 kilometers to reach Moab. 90 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അവർക്ക് They മോവാബിലെത്തുവാൻ. have to go up and come down. അവർ മുകളിലേക്ക് യാത്ര ചെയ്ത് അപ്പുറത്തുകൂടെ തിരിച്ച് താഴേക്ക് Can you ഇറങ്ങണം. understand? നിങ്ങൾ ഇത് മനസ്സിലാക്കുമോ? 8 miles away, 8 മൈൽ അകലെ there was rain, അവിടെ മഴയുണ്ട്, there was fruitfulness. അവിടെ ഫലമുണ്ട്. But here it is not there. എന്നാൽ ഇവിടെ അതൊന്നുമില്ല. The famine is completely local. വളരെ ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്ഷാമം. We don't know the reason. കാരണം എന്തെന്നറിയുന്നില്ല. Probably they were very sinful. ഒരുപക്ഷെ അവരുടെ പാപം അതുപോലെ The name of the വർദ്ധിച്ചതുകൊണ്ടാവാം. place is Bethlehem. ബേത്ലഹേം എന്നാണ് സ്ഥലത്തിന്റെ പേര്. The very name means the house of bread. അപ്പത്തിന്റെ ഭവനം എന്നാണ് ആ വാക്കിന്റെ But they അർത്ഥം. don't have bread there. പക്ഷെ അവർക്ക് അവിടെ കഴിക്കുവാൻ And അപ്പമില്ല. there is a family. അവിടെ ഒരു കുടുംബം. And what they did, അവർ ചെയ്തത് എന്താണ്? they want to move out. അവർക്ക് പുറത്തേക്ക് I പോകണം. want to tell you one thing. ഒരു കാര്യം ഞാൻ There പറയട്ടെ. are 3 ways people can react പ്രതികരിക്കുവാനുള്ള 3 അവസ്ഥകൾ, 3 രീതികൾ ജനങ്ങൾക്കുണ്ട്. when you have problems. നമുക്ക് പ്രശ്നമുള്ളപ്പോൾ എങ്ങനെ C.S. പ്രതികരിക്കും? Lewis said, C.S. ലൂയിസ് ഇങ്ങനെ പറയുന്നു, when you have problem, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ either you can use your feet നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ ഉപയോഗിക്കാം, or you can use your knees. അല്ലെങ്കിൽ നിങ്ങളുടെ മുട്ടുകൾ ഉപയോഗിക്കാം. If you use your feet, നിങ്ങളുടെ കാലുകൾ കാൽപാദങ്ങളാണ് you are trying ഉപയോഗിക്കുന്നതെങ്കിൽ to escape. നിങ്ങൾ രക്ഷപ്പെടുവാനാണ് If ശ്രമിക്കുന്നത്. you are using your knees, നിങ്ങളുടെ മുട്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ you are trying to face it. നിങ്ങൾ അതിനെ നേരിടുവാൻ These are തയ്യാറെടുക്കുകയാണ്. the two ways. ഇതാണ് 2 രീതികൾ. What this man did, ഈ മനുഷ്യൻ ചെയ്തത് എന്താണ്? he decided to escape. രക്ഷപ്പെടുവാൻ അയാൾ He തീരുമാനിക്കുന്നു. wanted to run away. അവിടെ നിന്ന് ഓടിപ്പോകുവാൻ A lot ആഗ്രഹിക്കുന്നു. of people have done that. അനേകം ആൾക്കാർ ഇങ്ങനെ The പ്രതികരിച്ചിട്ടുണ്ട്. classic example I can give is from Genesis 12. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായമാണ് ഇതിന് നൽകുവാൻ പറ്റുന്ന നല്ലൊരു ഉദാഹരണം. Abraham is a man of faith. വിശ്വാസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. He moved out of Haran. ഹരാനിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു പോകുന്നു. He came all the way to the promised land to Shechem. ഷെഖേം എന്ന് പറയുന്ന വാഗ്ദത്ത ദേശത്തിനോട് അടുത്ത് വരുന്നു. He built an altar. അവിടെ അദ്ദേഹം ഒരു യാഗപീഠം He പണിയുന്നു. worshipped the Lord. യഹോവയെ അദ്ദേഹം But ആരാധിക്കുന്നു. there was a famine. എന്നാൽ അവിടെ ഒരു ക്ഷാമമുണ്ടായി. He could have very well asked Lord what he should do. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് അദ്ദേഹത്തിന് But he ചോദിക്കാമായിരുന്നു. silently moved to Egypt.
എന്നാൽ ഒച്ചയുണ്ടാക്കാതെ അദ്ദേഹം മിസ്രൈമിലേക്ക് It's പോകുന്നു. about a 4-day walk. 4 ദിവസത്തെ He വഴിയാത്രയാണ്. walked 4 days, ഈ 4 ദിവസം അദ്ദേഹം നടന്നു. got into Egypt. ഈ അദ്ദേഹം മിസ്രൈമിലേക്ക് എത്തി. He looked at his wife. അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കി. She must be into her 60s. അവരുടെ 60-ാമത്തെ വയസ്സിലെ ഏകദേശമാണ്. He looked at all the women of Egypt. ഈജിപ്തിലെ മറ്റാൾക്കാരെയൊക്കെ നോക്കി. മറ്റു She's സ്ത്രീകളെ more നോക്കി. beautiful than those young ladies. അവിടെ മിസ്രൈമിലെ ചെറുപ്പക്കാരികളെക്കാട്ടിലും ഇവർക്ക് വളരെ He സൗന്ദര്യമുണ്ട്. looked at Sarah. സാറയെ നോക്കി. Sarah, you look so beautiful. സാറ നിന്നെ കണ്ടാൽ വളരെ Sarah മനോഹരിയാണ്. said, thank you so much. വളരെ നന്ദി എന്ന് സാറ പറഞ്ഞു. Sarah, സാറ, I want a favor from you. നീ എനിക്ക് ഒരു ഉപകാരം You ചെയ്യണം. tell whatever you want, I can do it. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. As you go along, നീ ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ if people ask you, ജനങ്ങൾ നിന്നോട് ചോദിക്കുന്നു, who is that man? നിന്നോടൊപ്പമുള്ള പുരുഷൻ ആരാണ്? You just tell that he's my brother. അത് എന്റെ സഹോദരനാണെന്ന് പറയുക. Well, you are my brother previously, അതെ, നീ തീർച്ചയായിട്ടും ബന്ധം പറഞ്ഞാൽ എന്റെ സഹോദരൻ തന്നെയാണല്ലോ. but now you are my husband. പക്ഷെ ഇപ്പോൾ എന്റെ ഭർത്താവുമാണ്. How can I say that? ഞാൻ എങ്ങനെയാണ് സഹോദരനാണെന്ന് Please do പറയുക? it. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അങ്ങനെ If പറയണം. you don't say, അത് നീ അങ്ങനെ മറുപടി കൊടുത്തില്ല എങ്കിൽ probably I'll be killed. അവരെന്നെ കൊന്നുകളയും. Then she was little bit agitated. അപ്പോഴത്തേക്ക് സാറായിക്ക് അല്പം പ്രയാസമുണ്ടായി. Definitely I'll say you are my brother. തീർച്ചയായിട്ടും നീ എന്റെ സഹോദരനാണെന്ന് പറയാം. But can I know why? എന്ന് കാരണം ഒന്ന് പറയുമോ? It's very simple. വളരെ ലളിതമാണ്. If you say that he's my husband, എന്റെ ഭർത്താവാണ് എന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ they will kill me അവരെന്നെ കൊല്ലും, and they will take you away and marry you. നിന്നെ എടുത്ത് അവര് വിവാഹം കഴിക്കും. Okay, that's very bad. അത് നല്ലതല്ലല്ലോ. But if I say that you are my brother, എന്നാൽ സഹോദരനാണെന്ന് പറഞ്ഞാൽ they will not kill me, അവരെന്നെ കൊല്ലത്തില്ല, but they will take you. പക്ഷെ നിന്നെ പിടിച്ചോണ്ട് പോകും. What they will do after they take me? എന്നെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ Tell me what they will do. അവരെന്ത് ചെയ്യുമെന്ന് സാറ അബ്രഹാമിനോട് ചോദിച്ചു. Probably they will marry you. അവര് മിക്കവാറും നിന്നെ കല്യാണം കഴിക്കും. Then what should I do? അപ്പോഴേ ഞാൻ എന്താ ചെയ്യണ്ടേ? Probably you have to sleep with them. അവരോടൊപ്പം നീ ശയിക്കേണ്ടി വരും. Can you understand? ഇത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? When you escape from the scene, നിങ്ങൾ ആ രംഗത്ത് നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുമ്പോൾ, when you don't consult God, ദൈവത്തോട് ആലോചന ചോദിക്കാതിരിക്കുമ്പോൾ, when your decision is based on your own wisdom, നിങ്ങളുടെ ജ്ഞാനത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ, this is the consequence. ഇതാണ് അനന്തരഫലം. The connection between God and Abraham is completely lost. ദൈവവും അബ്രഹാമും തമ്മിലുള്ള ബന്ധം പാടെ തകർന്നിരിക്കുകയാണ്. God was not willing to talk to Abraham. അബ്രഹാമിനോട് സംസാരിക്കുവാൻ പോലും ദൈവം Do you വിസമ്മതം know what കാണിച്ചു. God did? ദൈവം എന്താണ് He ചെയ്തത്? has chosen a pagan king to speak to Abraham. അബ്രഹാമിനോട് സംസാരിക്കുവാൻ ജാതീയനായ ഒരു രാജാവിന് ദൈവം ദൗത്യം കൊടുത്തു. Have we become like that? നമ്മുടെ അവസ്ഥയും ഇതുപോലെയാണോ? By escaping from God, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് we open the Bible, നമ്മൾ വേദപുസ്തകം തുറക്കുന്നു, we read the scripture, തിരുവചനം വായിക്കുന്നു, we don't get anything out of it. അവിടുന്ന് പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. It is so dry. ഇത് വളരെ വിരസമായ ഒരു You feel അവസ്ഥയാണ്. that God is not talking to you anything. ദൈവം നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല But എന്ന് do you നിങ്ങൾക്ക് know what is the തോന്നുന്നു. reason? കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Probably you have hurt God. ദൈവത്തെ നിങ്ങൾ മുറിവേൽപ്പിച്ചതാവാം. കാരണം God is not able to talk to you. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. God could not speak to Eli. Samson. ഏലിയോട് സംസാരിക്കുവാനും, ശമൂവേലിന്റെ പുസ്തകത്തിൽ ഏലിയോട് സംസാരിക്കുവാനും ദൈവത്തിന് സാധിച്ചില്ല. God had to speak through a kid called Samuel. ശമൂവേൽ എന്ന് പറയുന്ന ഒരു ബാലനിൽ കൂടെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. കാരണം Eli was not able to correct his children. തന്റെ സ്വന്തം മക്കളെ തിരുത്തുവാനായിട്ട് ഏലി പുരോഹിതന് സാധിച്ചില്ല. When you don't obey what God revealed to you, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ, I'm repeating it again. ഞാൻ ആവർത്തിക്കട്ടെ, When you don't obey what God revealed to you, ദൈവം നിങ്ങൾക്ക് വെളിവാക്കി തന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ, God will stop revealing it to you. ദൈവം നിങ്ങൾക്കുള്ള വെളിപ്പാടുകൾ നിർത്തിക്കളയുന്നു. You have blocked yourself. നിങ്ങളെ തന്നെ അടച്ചു Your കളഞ്ഞിരിക്കുകയാണ്. phone has blocked God. നിങ്ങളുടെ ഫോണിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം Even ഇല്ലാതായിരിക്കുകയാണ്. if God gives a ring, ദൈവം നിങ്ങളുടെ ഫോണിലേക്ക് it ബെല്ലടിക്കുകയാണെങ്കിൽ doesn't പോലും reach you. അത് നിങ്ങളുടെ പക്കലേക്ക് അടുത്തേക്ക് വരുന്നില്ല. It doesn't come to you. നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തുന്നില്ല. Have you come to such a situation? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളായിട്ടുണ്ടോ? Why do we need revival meetings? എന്തുകൊണ്ടാണ് നമുക്ക് ഉണർവ് യോഗങ്ങളുടെ ആവശ്യം? Why do we need this kind of messages? ഇതുപോലുള്ള
സന്ദേശങ്ങളുടെ ആവശ്യകത എന്താണ്? Because we have blocked God. നമ്മൾ ദൈവത്തെ Our തടഞ്ഞിരിക്കുകയാണ്. conscience has become blunt. നമ്മളുടെ മനസ്സാക്ഷികൾ മൂർച്ചയില്ലാത്തതായി. God had to use certain words to tickle us again. വീണ്ടും നമ്മളെ ഉത്തേജിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് ചില വാക്കുകൾ To ഉപയോഗിക്കേണ്ടതായിട്ട് prick our conscience. നമ്മളുടെ മനസ്സാക്ഷികളെ തൊടുവാനായിട്ട്, So that we might be awakened. അങ്ങനെ നാം ഉണരുവാനായിട്ട്. These people have escaped. ഈ ജനം രക്ഷപ്പെട്ട There are ഒരവസ്ഥയിലാണ്. second group. രണ്ടാമതൊരു കൂട്ടം, They try to endure. അവര് ഇതൊക്കെയും സഹിക്കുവാനായി What do you mean by തീരുമാനിക്കുന്നു. endure? സഹിക്കുക എന്ന് പറഞ്ഞാൽ You have all the problems inside you. നിങ്ങളുടെ പ്രശ്നമൊക്കെയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. You don't share with anybody. നിങ്ങളത് ആരോടും പങ്കിടുന്നില്ല. You bear that very silently. വളരെ നിശബ്ദമായിട്ട് നിങ്ങളതൊക്കെ അങ്ങ് സഹിക്കും. What's the problem with that? അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? Such people, അങ്ങനെയുള്ള ആൾക്കാർ when they go into their private room, അവരുടെ സ്വകാര്യ മുറിയിലേക്ക് അവർ when they പോകുമ്പോൾ, start praying, അവര് പ്രാർത്ഥിക്കുവാൻ they'll തുടങ്ങുമ്പോൾ have two issues. രണ്ട് പ്രശ്നങ്ങൾ നേരിടും. Number one, ഒന്നാമത്, they'll have self-pity. അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു They are പ്രയാസം ഉണ്ടാകുന്നു. self-conscious. അവരെ കുറിച്ച് തന്നെ ഒരു ബോധം Their അവർക്ക് mind is ഉണ്ടാകുന്നു. so much with self. അവരുടെ ഭാവമാണ് അവരിൽ നിറയുന്നത്. Nobody has this kind of life. ഇതുപോലൊരു ജീവിതം വേറെ ആർക്കാ ഉള്ളത്? Nobody is going through this kind of problem in this world. ഈ ലോകത്ത് എന്റെ പ്രശ്നം പോലെ വേറെ ആർക്കും ഒരു I പ്രശ്നമില്ലല്ലോ. have nobody to share all these problems. ഈ പ്രശ്നമൊക്കെ പങ്കിടുവാനായിട്ട് എനിക്ക് I ആരുമില്ലല്ലോ. have to bear this all alone. ഞാനിതൊക്കെ ഞാൻ തന്നെ വഹിച്ചേ പറ്റൂ. And if you look up അങ്ങനെ നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ, and if you talk to God, ദൈവത്തോട് സംസാരിക്കുവാൻ you ശ്രമിക്കുമ്പോൾ, always look at God ദൈവത്തോട് നിങ്ങൾ എപ്പോഴും as നോക്കുമ്പോൾ somebody who has forgotten you, നിങ്ങളെ മറന്നു കളഞ്ഞ ഒരാളായിട്ടാണ് as ദൈവത്തെ somebody who is കാണുന്നത്. silent, നിശബ്ദമായിരിക്കുന്ന ഒരാളായിട്ട് and ദൈവത്തെ കാണുന്നു. always you will be finding fault with God. അങ്ങനെ നിങ്ങൾ എപ്പോഴും ദൈവത്തിൽ കുറ്റം കാണുവാൻ You ശ്രമിക്കുന്നു. have lost faith. നിങ്ങൾക്ക് വിശ്വാസം You നഷ്ടപ്പെടുന്നു. still have religion, നിങ്ങൾക്ക് ഇപ്പോഴും മതത്തിന്റെ but you don't have faith. പക്ഷെ നിങ്ങളുടെ വിശ്വാസം പോയി. That's the problem with endurance. അതാണ് ഇതെല്ലാം സഹിക്കുന്നതിന്റെ പ്രശ്നം. You go into depression. നിങ്ങൾ മനസ്സ് ഇടിഞ്ഞ You അവസ്ഥയിലേക്ക് always പോകുന്നു. accuse yourself. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം You will പറയുന്നു. always try to find fault with God. ദൈവത്തെ കുറിച്ച് കുറ്റം പറയുവാൻ ശ്രമിക്കുന്നു. This is the second one. ഇതാണ് രണ്ടാമത്തെ But there അവസ്ഥ. is a third one മൂന്നാമത്തെ ഒരു അവസ്ഥ which is കൂടെയുണ്ട്. always good. എപ്പോഴും നല്ല ഒരു That is അവസ്ഥയാണ്. enlist your problems to God. നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിരത്തി വെക്കുക. Share it with God. ദൈവത്തോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കിടുക. God, this is my problem. ദൈവമേ, ഇതാണ് എന്റെ പ്രശ്നം, This is my challenge. എനിക്കുള്ള വെല്ലുവിളികൾ ഇതാണ്. And as you are enlisting that, ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അക്കമിട്ട് പറയുമ്പോൾ, if the Spirit of God is able to show the problem in your life, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണിച്ചു തരുവാൻ ദൈവാത്മാവിന് the സാധിക്കുമെങ്കിൽ, sin in your life, നിങ്ങളുടെ പാപം കാണിച്ചു തരുമ്പോൾ you confess it. നിങ്ങൾ അത് ഏറ്റുപറയുക. And that is how you will be redeemed from that problem. അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്നുള്ള ഒരു വിടുതൽ നിങ്ങൾ My പ്രാപിക്കുന്നു. friends, സ്നേഹിതരെ, we are all in problems. നമുക്ക് ഓരോരുത്തർക്കും Are പ്രശ്നങ്ങളുണ്ട്. we trying to escape from the problem? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണോ ആഗ്രഹിക്കുന്നത്? Are silently enduring that problem? അതോ നിശബ്ദമായിട്ട് ഇതൊക്കെയും സഹിക്കുകയാണോ? Are we trying to enlist it to the Lord and confess it and clear it off? അതോ ദൈവത്തിന് മുമ്പാകെ ഈ പ്രശ്നങ്ങളൊക്കെയും അക്കമിട്ട് നിരത്തി വെച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിങ്ങൾ If നിരക്കുകയാണ്? you look at Ruth chapter 1 verse 1 to verse 5, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ they നോക്കിയാൽ tried to escape. അവര് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. First the husband died, ആദ്യം ഭർത്താവ് മരണപ്പെടുന്നു, then the two sons died. പിന്നീട് രണ്ട് ആൺമക്കളുടെ മരണം കാണുന്നു. And that's why the whole chapter 1 is weeping. അതുകൊണ്ട് ആദ്യത്തെ അധ്യായം മുഴുവൻ കരച്ചിലിന്റെ വിലാപത്തിന്റെ അധ്യായമാണ്. We find Naomi weeping. നവോമിയുടെ കണ്ണുനീര് നമ്മൾ കാണുന്നു. We find Orpha weeping. ഓർപ്പയുടെ കരച്ചിൽ നാം കേൾക്കുന്നു. We find Ruth weeping. രൂത്തിന്റെ വിലാപവും നാം അറിയുന്നു. Everybody was weeping. എല്ലാവരും അവിടെ കരയുകയാണ്. My chapter 1 is weeping. ഒന്നാമത്തെ അധ്യായത്തെക്കുറിച്ച് ഞാൻ വിലാപത്തിന്റെ അധ്യായം My എന്ന് chapter പറയട്ടെ. 2 is working. രണ്ടാമത്തെ അധ്യായം പ്രവർത്തനത്തിന്റെ We അധ്യായമാണ്. find Ruth working. രൂത്ത് ജോലി ചെയ്യുന്നതായി നാം അവിടെ കാണുന്നു. I look at chapter 3 മൂന്നാമത്തെ അധ്യായത്തെ ഞാൻ as കാണുന്നത് waiting. കാത്തിരിപ്പിന്റെ ഒരു അധ്യായം, Waiting. കാത്തിരിക്കുക. And chapter 4 നാലാമത്തെ അധ്യായം is wedding. Wedding. വിവാഹത്തിന്റെ അധ്യായം. Chapter 1 is weeping. ഒന്നാമത് വിലാപത്തിന്റെ അധ്യായം, Chapter 2 is working. രണ്ടാമത് അധ്വാനത്തിന്റെ Chapter അധ്യായം, 3 is waiting. മൂന്നാമത് കാത്തിരിപ്പിന്റെ Chapter അധ്യായം, 4 is wedding. നാലാമത്തെ അധ്യായം വിവാഹത്തിന്റെ അധ്യായം. Chapter 1, ഒന്നാമത്തെ അധ്യായം Ruth reached the village of Boaz. ബോവസിന്റെ ഗ്രാമത്തിലേക്ക് രൂത്ത് എത്തുന്നു. Chapter 2, രണ്ടാമത്തെ അധ്യായം Ruth reached the field of Boaz. ബോവസിന്റെ വയലിലേക്ക് എത്തുന്ന രൂത്ത്. Chapter 3,
മൂന്നാമത്തെ അധ്യായം. Ruth reached the feet of Boaz. ബോവസിന്റെ കാലിന്റെ അടുത്തേക്ക് രൂത്ത് എത്തുന്നു. Chapter 4. നാലാം അധ്യായം. Ruth sat beside Boaz. ബോവസിന്റെ സമീപം ഇരിക്കുന്ന രൂത്ത്. It all happened in 49 days. 49 ദിവസത്തിനുള്ളിൽ നടന്ന കഥ. Progression. അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം. Chapter 1. ഒന്നാം അധ്യായം. It's all about faith. വിശ്വാസത്തെ കുറിച്ചാണ് അടങ്ങിയിരിക്കുന്നത്. Chapter 2. രണ്ടാം അധ്യായം. It's all about love. സ്നേഹത്തെ കുറിച്ച് പറയുന്നു. Chapter 3. മൂന്നാം അധ്യായം. It's all about hope. പ്രത്യാശയുടെ സന്ദേശമാണ് അത് മുഴുവൻ കാണുന്നത്. നാലാമത്തെ അധ്യായം. It's all about grace. അത് നമ്മുടെ കൃപയുടെ ഒരു അധ്യായമാണത്. You might be going away from God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുകയാവാം. God wants to take you and find a place for you on his side. ദൈവം നിങ്ങളെ കൈപിടിച്ച് തന്റെ സമീപത്ത് അടുത്തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. How that can happen? അതെങ്ങനെ സംഭവിക്കും? We are going to see tomorrow and after tomorrow. അടുത്ത 2 ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇതിനിടയിൽ can we check our lives? നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന Along ചെയ്യാമോ? with the God of Bible, വേദപുസ്തകത്തിലെ ദൈവത്തോടൊപ്പം do we have other gods? നമുക്ക് മറ്റ് I don't ദേവന്മാരുണ്ട്. know who is that God. അതാരെന്ന് എനിക്കറിയില്ല. If you have another gods, നിങ്ങൾക്ക് മറ്റ് ദേവന്മാരുണ്ടെങ്കിൽ if the Holy Spirit is enlisting it to you, അത് പരിശുദ്ധാത്മാവ് അത് ആരൊക്കെയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നുവെങ്കിൽ let us confess നമുക്കത് ഏറ്റു പറയാം. and get us rid of all that. അതിനെയൊക്കെയും നമുക്ക് ഒഴിവാക്കി And let's കളയാം. come back to God. നമുക്ക് ദൈവത്തോട് അടുത്ത് We വരാം. look to Lord in prayer. നമുക്ക് പ്രാർത്ഥനയിലെ ദൈവമുഖം അന്വേഷിക്കാം. Father, we thank you so much for giving us this introduction to the book of Ruth. പിതാവേ, രൂത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു പ്രാരംഭ വിവരണം നൽകിയതിനായിട്ട് സ്തോത്രം. Lord, we are very much like the people of Israel. ഇസ്രായേൽ മക്കളുടെ അവസ്ഥയിൽ തന്നെയാണ് കർത്താവേ ഞങ്ങൾ. We want you, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാണ്. but we also want the gods of this nation. എന്നാൽ ഈ ദേശത്തുള്ള മറ്റ് ദൈവങ്ങളെയും ഞങ്ങൾക്ക് ആവശ്യമാണ്. We got compromised. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അവരോട് പൊരുത്തപ്പെട്ടു We got പോയിട്ടുണ്ട്. comfortable with the gods of this world. ഈ ലോകത്തിലെ മറ്റ് ദേവന്മാരുമായിട്ട് കർത്താവെ സുഖകരമായ ഒരു അനുഭവത്തിൽ ഞങ്ങൾ We want ആയിട്ടുണ്ട്. to get into the community of these people. കർത്താവെ, ഈ സമൂഹവുമായിട്ട് ചേർന്ന് എഴുകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. And in the process, we lost the connection with you. കർത്താവെ, ആ ഒരു കാര്യത്തിൽ കൂടെ ഞങ്ങൾ നീയുമായിട്ടുള്ള ബന്ധം Thank you നഷ്ടപ്പെട്ടിട്ടുണ്ട്. so much for your love. നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. Thank you so much for your grace. കർത്താവെ, നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. You haven't given up. കർത്താവെ, ഞങ്ങളെ നീ You ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. still want to work on us. ഞങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇപ്പോഴും ദൈവമേ നീ You use ആഗ്രഹിക്കുന്നുവല്ലോ. different means and ways പല തരത്തിൽ പല വിധത്തിൽ കർത്താവെ നീ to പ്രവർത്തിക്കുന്നുവല്ലോ. bring us back. കർത്താവെ, ഞങ്ങളെ ഒന്ന് മടക്കി Lord, may വരുത്തണമേ. these days കർത്താവെ, ഈ ദിവസങ്ങൾ be the days where we come back to you, ഞങ്ങൾ നിന്നോട് നിന്ന് തിരിച്ചു വരുന്ന ദിവസങ്ങളാക്കി get തീർക്കണമേ. reconnected to you, കർത്താവെ, നിന്നോടുള്ള ബന്ധം ഒന്ന് പുനർസ്ഥാപിക്കുവാൻ get സഹായിക്കണമേ. revived, O Master. കർത്താവെ, ഞങ്ങളെ നീ I സഹായിക്കണം. have this prayer, O Master. കർത്താവെ, നിന്നു മുമ്പാകെ ഈ പ്രാർത്ഥന ഞങ്ങൾ May സമർപ്പിക്കുന്നു. this convention ഈ കൺവെൻഷൻ കർത്താവെ be an epic center of revival we are going to see in the days to come. കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ഉണർവിന്റെ ഒരു പ്രഭാവ കേന്ദ്രമാക്കി മാറ്റണമേ. We commit each one of us into your hands. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ Amen. ആമേൻ.